മോക്ക് പോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി അരമണിക്കൂർ 35 മിനിറ്റ് മാത്രമേ ഉള്ളൂ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. നമ്മൾ നന്ദഗോപാലിന്റെ അവിടെ അയ്യപുരം സ്കൂളിൽ നിന്ന് തന്നെ കണ്ടതാണ്. രാവിലെ 6 മണിയോട് തന്നെ ഒരു വോട്ടർ എത്തിയിരിക്കുന്നു. അത്തരത്തിൽ വളരെ പെട്ടെന്ന് രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങാനായിരിക്കും വോട്ടർമാരും തയ്യാറാവുക എന്ന് മനസ്സിലാകുന്നുണ്ട്. സാജിദ് അജ്മലിലേക്ക് കൂടെ പോവുകയാണ്. സാജിദ്, നമ്മൾ പലയിടങ്ങളിലും കണ്ടതാണ്, പ്രത്യേകിച്ച് വയനാടും ചേലക്കരയിലുമൊക്കെ വോട്ടിംഗ് ശതമാനമൊക്കെ കുറഞ്ഞെങ്കിലും അതിരാവിലെ ഒരു തിരക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിരാവിലെ ഒരു 7 മണിക്ക് മുൻപ് തന്നെ 6:00 തന്നെ ഈ പോളിംഗ് ബൂത്തിൽ ഇടം പിടിച്ച വോട്ടർമാരെയൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നു. ഇപ്പോൾ മണപ്പുള്ളിക്കാവിൽ നിന്ന് അത്തരം ദൃശ്യങ്ങൾ എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? വോട്ടർമാരൊക്കെ എത്തിത്തുടങ്ങാനുള്ള സമയമായോ? ഇനി അരമണിക്കൂറുണ്ട്. മറ്റ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നു. ജിൽസി, വോട്ടർമാർ ഇതുവരെ എത്തിത്തുടങ്ങിയിട്ടില്ല. ഇനിയും ഏതാണ്ട് അരമണിക്കൂർ സമയമുണ്ട്. ഇവിടെ പോളിംഗ് ഏജന്റുമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഈ ബൂത്തിൽ ഇരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെല്ലാം തന്നെ എത്തി ഈ മോക്ക് പോളിംഗ് പരിശോധനയെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ രാവിലെ തന്നെ ആളുകൾ വരാനുള്ളൊരു സാധ്യതയാണ് രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത്. കാരണം ഇത് ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഈ സമീപ മണ്ഡലത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളും മറ്റും ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ കോളേജ് വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകളുണ്ട്. ഈ പാലക്കാട് മണ്ഡലത്തിൽ മാത്രമാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സമീപത്തെ മണ്ഡലത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും മറ്റും രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി ആ ജോലികളിലേക്കും മറ്റും പോകാനാണ് സാധ്യത. എന്തായാലും പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കുക എന്നുള്ളതിനാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ലക്ഷ്യം വെക്കുന്നത്. പ്രത്യേകിച്ച് വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം കുറവായിരുന്നു. അതുകൊണ്ട് ഇതിലും ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ പോളിംഗ് കുറയുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിൽ രാവിലെ തന്നെ എത്തിക്കുക എന്നതിനാണ് ഒരു ലക്ഷ്യം വെക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ. ഈ രീതിയിൽ ഞാൻ ഉള്ളത് സരിൻ വോട്ട് ചെയ്യാനെത്തുന്ന ട്രൂ ലൈൻ പബ്ലിക് സ്കൂളിലെ ആണ്. ഇവിടെ ബൂത്ത് നമ്പർ 88-ലാണ് സരിന് വോട്ടുള്ളത്. അതോടൊപ്പം സരിന്റെ ഭാര്യ സൗമ്യ സരിൻ അടക്കമുള്ള ആളുകൾ വരും. 184 ബൂത്തുകളാണ് ഉള്ളത്. ഇതിൽ 180 ബൂത്തുകളും 1500 വോട്ടർമാരിൽ കൂടുതലുള്ള ബൂത്തുകളിൽ പ്രത്യേകം സ്പെഷ്യൽ ബൂത്തുകൾ സജ്ജീകരിക്കും. അങ്ങനെ 4 സ്ഥലത്താണ്. അങ്ങനെ 184 ബൂത്തുകളാണ് ഉള്ളത്. 7 പ്രശ്നബാധിത ബൂത്തുകളാണ്. ഇത് പള്ളിപ്പുറം യൂണിയൻ ബേസിക് UP സ്കൂളിലെ ബൂത്ത് നമ്പർ 4950, കർണേഗമൻ HSS മൂത്താന്തറ സ്കൂളിലെ ബൂത്ത് നമ്പർ 56, 57, 58, തണ്ണീർപന്തൽ AS ABU സ്കൂളിലെ ബൂത്ത് നമ്പർ 177, 179 ബൂത്തുകളാണ് പ്രശ്നബാധിത ബൂത്തുകൾ. ഇത് കൂടാതെ 58 പ്രശ്ന സാധ്യതാ ബൂത്തുകളും ഉണ്ട്. ഈ ബൂത്തുകളിൽ കേന്ദ്രസേനയുടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4 സ്ഥലങ്ങളിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓക്സിലറി ബൂത്തുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. പോളിംഗ് സ്റ്റേഷനിലേക്ക് റിസർവ് അടക്കം 120 ബാലറ്റ് കൺട്രോൾ യൂണിറ്റുകളും 239 VVPAT യൂണിറ്റുകളും ഒരുക്കിയിട്ടുണ്ട്. ഈ രീതിയിൽ ആണ് ക്രമീകരണങ്ങളുള്ളത്. ആകെ 10 സ്ഥാനാർത്ഥികളാണുള്ളത്. പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ കൂടാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം 10 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ഇപ്പോൾ ഈ അവസാന വട്ട ഒരുക്കങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 6:30 സമയം. കൃത്യം 7 മണിക്ക് തന്നെ ഈ പോളിംഗ് ആരംഭിക്കും. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ രാവിലെ തന്നെ ആളുകൾ വോട്ട് ചെയ്യാൻ എത്താനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. ഇല്ലെങ്കിൽ പിന്നീട് വൈകിട്ടായിരിക്കും കൂടുതൽ ആളുകൾ ഉണ്ടാവുക. പൊതുവെ പാലക്കാട് ഉച്ച സമയത്ത് വോട്ടർമാരുടെ എണ്ണം കുറവാണ്. ഈ സാധാരണ വോട്ടെടുപ്പ് നടക്കുന്നത് കടുത്ത ചൂടുള്ള സമയത്താണ്. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും പാലക്കാടിന്റെ കടുത്ത ചൂടിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത്. ഇപ്പോൾ ഈ ഏപ്രിൽ മെയ് മാസങ്ങളെ അപേക്ഷിച്ച് ചൂട് കുറവാണെങ്കിൽ കൂടി ഈ ഉച്ച സമയത്ത് ഈ ആളുകൾ എത്തുന്നതിനേക്കാൾ കൂടുതൽ രാവിലെ എത്താൻ തന്നെയാണ് സാധ്യത. അത്തരം ഒരു ശ്രമമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജിൽസി, എന്തായാലും വളരെ സജീവമായ ഒരു ദിവസത്തിലേക്ക് പാലക്കാട് ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വോട്ടെടുപ്പാണ്. കഴിഞ്ഞ 34 ദിവസമായി നടക്കുന്ന പ്രചാരണ കോലാഹലങ്ങൾക്കൊടുവിൽ വോട്ടർമാർ ഇന്ന് വിധി എഴുതുന്നു എന്നുള്ളതാണ്. എല്ലാ മുന്നണികളും ഒരുപോലെ ആശങ്കയിലും അതേപോലെ തന്നെ ശുഭപ്രതീക്ഷയിലുമാണ്. ഓരോ വോട്ടും പെട്ടിയിലാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷ. അത്തരം ശുഭപ്രതീക്ഷകളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമായിരുന്നെങ്കിൽ പോലും അതും കോലാഹലങ്ങളിൽ തന്നെ കഴിഞ്ഞുപോയി എന്നുള്ളതാണ്. പാലക്കാടിന്റെ ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പ്
പ്രചാരണ രംഗം ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം വളരെയധികം വിവാദങ്ങളിലൂടെയൊക്കെ കടന്നു വന്നതാണ്. ഏറ്റവും ചൂടുള്ള രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വളരെ സൂക്ഷ്മമായി എല്ലാ കണ്ണുകളും പാലക്കാടേക്ക് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് CPM ഉയർത്തിയ വ്യാജ വോട്ട് വിവാദത്തിലടക്കം അത്തരം കാര്യങ്ങൾ, വ്യാജ വോട്ടർമാരെ തടയുമെന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പോളിംഗ് ബൂത്തുകളിലൊക്കെ കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ് സ്ട്രീമിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ ഇന്നിപ്പോൾ കത്തി നിൽക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടി നോക്കാം. എന്തായാലും വോട്ടർമാർ അവർക്ക് എന്താണ് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യത്തിലേക്കൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് നടപ്പാക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇന്ന്. അപ്പോൾ അത്തരം വിവാദങ്ങളൊക്കെ മാറ്റി നിർത്തുമ്പോൾ തന്നെ നമുക്കറിയേണ്ടത് രാവിലെ തന്നെ വോട്ടർമാരുടെ ഒരു ഒഴുക്ക് പോളിംഗ് ബൂത്തിലേക്ക് ഉണ്ടായിരിക്കുമോ എന്നുള്ളതാണ്. വയനാടും ചേലക്കരയിലുമൊക്കെ വലിയ പ്രതീക്ഷയോടെ മുന്നണികൾ പ്രചാരണം നടത്തി വന്നതാണെങ്കിൽ പോലും അവസാന ഘട്ടം അത് പോളിംഗ് ശതമാനത്തിലെ കുറവ് എല്ലാ പാർട്ടികൾക്കും വലിയ നെഞ്ചെടുപ്പുണ്ടാക്കിയിരുന്നു. പാലക്കാട് ഈ പ്രചാരണ കോലാഹലങ്ങളൊക്കെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ഉതകുന്നതാണോ എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നമ്മൾ നോക്കിക്കാണുന്നത്.